ഞാൻ ഒറ്റക്കുവാ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാരനെക്കാളും അപമാനിതനാകുന്ന വർത്തമാനം പറയുന്ന ഇദ്ദേഹത്തെ പിടിച്ച് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള സമയം മുഴുവൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വ്യക്തിപരമായ അദ്ദേഹത്തെ വിളിച്ചു പറയുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കുറിച്ചൊക്കെ തോന്നിയത് വിളിച്ചു പറയാം. ഇത് എന്ത് ജേർണലിസ്റ്റാണ്? ഇത് എന്ത് ജേർണലിസ്റ്റാ? എല്ലാ ചർച്ചയിലും കോൺഗ്രസ് ജനങ്ങൾക്ക് നിഷ്പക്ഷത ഫീൽ ചെയ്യണ്ടേ? ഇയാൾ എന്ത് ജേർണലിസ്റ്റ് മത്തായി എന്ന് കേൾക്കണം. എത്ര ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ട് ജേർണലിസ്റ്റ് മത്തായി പറയാ ഈ മനോരമയിൽ പറഞ്ഞു 272 ക്രമക്കേട് നടന്ന ബാങ്കുകളിൽ 202 കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനമാണ്. KJ അബ്രഹാം മറന്നുപോയോ നിങ്ങൾ? KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം വയനാട്ടിലെ എവിടെയുള്ളതായിരുന്നത്? ജയിലിലായിരുന്നു. എന്താ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊരു വാർത്തയില്ലേ? ഈ പറയുന്ന ജേർണലിസ്റ്റ് മത്തായിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലേ? എന്നിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി നുണ പറയുന്നു. കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് ക്യാപ്സൂളുകൾ കൊടുത്തയക്കുന്ന കോൺഗ്രസ് ആയി കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഇതാണ്. ആരോപണ വിധേയനായ മന്ത്രിയുടെ സ്റ്റാഫ് അഖിൽ മാത്യു ഏപ്രിൽ 10, 11 തീയതികളിൽ പത്തനംതിട്ടയിലായിരുന്നു എന്ന് തെളിയിക്കുന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തുവരും എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി അഖിൽ മാത്യു എന്ന് പറഞ്ഞു. ഇപ്പൊ അത് തെളിഞ്ഞു. അപ്പൊ നിങ്ങൾ അത് വിട്ടു. നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരാൾക്ക് പണം കൊടുത്തു എന്ന് തന്നെയാണ്. ഈ ഊഹാപോഹങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഊഹാപോഹങ്ങൾ മാത്രം കേരളം ചർച്ച ചെയ്യണം. അതാ നിങ്ങളുടെ അജണ്ട. അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ അജണ്ട ഊഹാപോഹങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് എന്തൊക്കെയോ പുകമറകൾ സൃഷ്ടിച്ച് ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും കരിവാരിത്തേക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ഭാഗവും അന്വേഷിക്കണം. ഇതിനകത്ത് വസ്തുതയുണ്ടോ എന്നൊരു സാമാന്യ പരിശോധനയെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ നടത്തണം. കേരളം പോലെ ആരോഗ്യ രംഗത്ത് ഏറ്റവും മുന്നേറ്റമുണ്ടാക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മന്ത്രിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അല്പമെങ്കിലും വകതിരിവ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചോക്കടിച്ച പോലെ ഇരിക്കുന്നു നിങ്ങൾ. താങ്കളിലേക്ക് വരും. അല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ, കാരണം നിങ്ങൾ 3 പേരും ഞാൻ ഒറ്റക്കുവാ. മാധ്യമപ്രവർത്തകൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാരനെക്കാളും അപമാനിതനാകുന്ന വർത്തമാനം പറയുന്ന ഇദ്ദേഹത്തെ പിടിച്ച് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള സമയം മുഴുവൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വ്യക്തിപരമായ അദ്ദേഹത്തെ വിളിച്ചു പറയുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കുറിച്ചൊക്കെ തോന്നിയത് വിളിച്ചു പറയാം. ഇത് എന്ത് ജേർണലിസ്റ്റാണ്? ഇത് എന്ത് ജേർണലിസ്റ്റാ? എല്ലാ ചർച്ചയിലും കോൺഗ്രസ് ജനങ്ങൾക്ക് നിഷ്പക്ഷത ഫീൽ ചെയ്യണ്ടേ? ഇയാൾ എന്ത് താങ്കൾക്ക് പറയാനുള്ള മറുപടി പറയാം. CPM-ന്റെ ആൾക്കാരായിട്ട് വരുന്നത് നിങ്ങളാണെങ്കിൽ പറയുന്നത് ഞാൻ വായിച്ചതും വായിക്കാത്തതും ഒക്കെ പറയാം. ഞാൻ വായിച്ചതും വായിക്കാത്തതും പറയാനും ഞാൻ കൊണ്ടുവരുന്ന ക്യാപ്സ്യൂൾ ഇയാൾ കൊണ്ടുവരുന്നത് വലിയ വേറെ ഇപ്പൊ അടിയിൽ നിന്നുള്ളത് മാറ്റണം. കോൺഗ്രസ് 2 പേരായിക്കോട്ടെ. ഞാൻ അനൂപിന്റെ അടിയിലുള്ള പേര് മാറ്റം എന്ന് പറയുന്നില്ല. അനൂപ് അവിടെ ഇരിക്കട്ടെ. ഈ ജിൻഡോയും ആനന്ദ് കൊച്ചുകൂടിയും 2 പേരെയും കോൺഗ്രസ് എന്ന് കൊടുക്ക്. അല്ലെങ്കിൽ ആനന്ദ് കൊച്ചുകൂടിയുടെ അടിയിൽ BJP നിങ്ങൾക്ക് അഭിപ്രായം അങ്ങനെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് നുണ പറയുകയും ഇയാൾ ഒരു മാന്നാർ മത്തായി. ഏത് മത്തായി അയാള്? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവുമായി ധർമ്മകാരികളും കേരളത്തിൽ കരുവന്നൂർ വിഷയത്തെ കുറിച്ച് എത്ര ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തു? കേൾക്കണം. നിങ്ങൾ ഈ ജേർണലിസ്റ്റ് മത്തായി എന്ന് കേൾക്കണം. എത്ര ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ട് ജേർണലിസ്റ്റ് മത്തായി പറയാ ഈ മനോരമയിൽ പറഞ്ഞു 272 ക്രമക്കേട് നടന്ന ബാങ്കുകളിൽ 202 കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനമാണ്. KJ അബ്രഹാം മറന്നുപോയോ നിങ്ങൾ? KPCC
KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം വയനാട്ടിലെ എവിടെയുള്ളതായിരുന്നത്? ജയിലിലായിരുന്നു. എന്താ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊരു വാർത്തയില്ലേ? ഈ പറയുന്ന ജേർണലിസ്റ്റ് മത്തായിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലേ? എന്നിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി നുണ പറയുന്നു. കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് ക്യാപ്സ്യൂളുകൾ കൊടുത്തയക്കുന്ന കോൺഗ്രസ് ആയി കേരളത്തിൽ നുണ പറയുന്നത്. മനോരമയാണ് നുണ പറയുന്നത്, അല്ല ഞങ്ങളല്ല. ഞങ്ങളുടെ വായനയും ഞങ്ങളുടെ ക്യാപ്സ്യൂളും തരാൻ നിങ്ങളിപ്പോ തൽക്കാലം പോണ്ട. ജേർണലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോ, നിഷ്പക്ഷമായും കാര്യങ്ങളെ വിലയിരുത്ത്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? താങ്കൾക്ക് പറയാനുള്ളത് പറയാം. അതിനു മുമ്പ് ആനന്ദ് കൊച്ചുകൂടി അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉണ്ടോ ഇല്ലേ? താങ്കൾ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ ശ്രീ വസീഫ്. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ഒരു 20 സെക്കൻഡ് പറയുന്നുണ്ടെങ്കിൽ അതിൽ 2 തവണ അനൂപ് ഇടപെടുന്നുണ്ട്. എന്നാൽ ഇവിടെയോ മിനിറ്റുകൾ സംസാരിച്ചിട്ട് നിങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ പുറത്തു വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണല്ലോ താങ്കൾക്ക് പറയാൻ. 17 മിനിറ്റ് ആദ്യത്തെ 17 മിനിറ്റ് താങ്കൾ സംസാരിച്ചില്ലേ? ഒരു ഉപചോദ്യം പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല. എന്നിട്ട് ആര് പറഞ്ഞു ഉപചോദ്യം ചോദിച്ചിട്ടില്ലെന്ന്? ഞങ്ങൾക്കെതിരെ അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. അടിയിലെ പേരെങ്കിലും മാറ്റണം. ജേർണലിസ്റ്റ് മാറ്റി കോൺഗ്രസ്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. അനൂപേ, ആദ്യം വേറെ കുറെ കാര്യങ്ങൾ ഇവരൊക്കെ ഈ ജനങ്ങളെ കേൾക്കുന്ന തരത്തിൽ കുറെ പറഞ്ഞതുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഒന്ന്, കരുവന്നൂർ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നാ. ഇതേ ചാനലിൽ ഈ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കോൺഗ്രസോ BJPയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ മാന്നാർ മത്തായിയുടെ പ്രചാരകൻ അദ്ദേഹം ഒന്ന് കാണുന്നത് നല്ലതാണ്. 8 മണിക്ക് ആ ചർച്ച ഒന്ന് കേൾക്കണം. അതിൽ തട്ടിപ്പിൽ സഹകരണമോ എന്ന ക്യാപ്ഷൻ അങ്ങനെയെങ്കിലും മനോരമ കൊടുത്തത്. മനോരമയുടെ തന്നെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഔദ്യോഗികമായി വന്ന ഒരു വാർത്തയെ മനോരമ അത് ഉദ്ധരിച്ച് വാർത്ത കൊടുത്തു. അല്ല, ഇന്ന് കരുവന്നൂരാണ് കൗണ്ടർ പോയിന്റ് ചർച്ച. അതിലേക്ക് നിങ്ങൾ അയച്ചിട്ടില്ല. 202 UDF ആണ്. 202 UDFന്റെ സംഘങ്ങളാണ് അതിലുള്ളത്. പിന്നെ KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം അദ്ദേഹം ജയിലിൽ പോയി. എന്തെങ്കിലും നടപടി എടുത്തോ കോൺഗ്രസ്? നിങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച നടത്തിയോ? ഒരു ചർച്ചയില്ല. ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ ജില്ലയിൽ DCC ഓഫീസിൽ നിന്ന് പണം കാണാതായി എന്നുള്ള വാർത്ത വന്നിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പണം കാണാതായി. വാർത്തയുണ്ടായിരുന്നു, ജേർണലിസ്റ്റ് വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത നിങ്ങൾ ജേർണലിസ്റ്റ് എന്തേ ഉദ്ധരിക്കാത്തത്? എന്നിട്ട് ഈ പറയുന്നു നേരത്തെ നിങ്ങൾ കോടതിയിലോ അല്ലെങ്കിൽ നിയമപരമായോ നേരിട്ടോ എന്ന്. എന്തെങ്കിലും ഒരു ചലനം ഇവിടെ കേരളത്തിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അല്ലെ ഈ മത്തായി ജേർണലിസ്റ്റുകൾ എടുത്തുനിന്നോ കിട്ടിയോ? ഇല്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പരാതിക്കാരൻ, ഈ പറയുന്ന ഈ ക്രമക്കേട് നടത്തി കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന കക്ഷി, അയാൾക്കെതിരെ CITU പരാതി കൊടുത്തിട്ടുണ്ട്. അത് നിയമ നടപടി കോടതിയിൽ നടക്കുക. കാര്യങ്ങൾ അറിയാതെ ഇന്നലെയോ മെനിയാന്നോ ഈ സതീശനും കൂട്ടരും അയച്ചു തരുന്ന പുതിയ സോഷ്യൽ മീഡിയ ടീമൊക്കെ PR ടീം അയച്ചു തരുന്ന ക്യാപ്സ്യൂൾ മാത്രം വിഴുങ്ങിങ് പോന്നാ പോരാ. ജേർണലിസ്റ്റ് ഇതുകൂടി മനസ്സിലാക്കണം. ഒന്ന് പരിശോധിച്ചാൽ മതി. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. CITU അവിടെ കൊടുത്തിട്ടുണ്ട് കേസ്. ആ കേസ് കോടതിയിലുണ്ട് എന്ന് CITUവിന്റെ ഭാരവാഹി ഹർഷൻ പത്രങ്ങളോട് മാധ്യമങ്ങളോട് പറയുന്നത് ചാനലുകളിൽ വന്നിട്ടുണ്ട്. അത് പത്രമാധ്യമ വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാകാതെ ഞാൻ വലിയ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ക്യാപ്സ്യൂളുകളും നിങ്ങൾക്ക് കർണാടക കോൺഗ്രസ് ടീമിന്റെ ഒക്കെ ക്യാപ്സ്യൂളുകൾ PR ടീമിന്റെ ക്യാപ്സ്യൂളുകൾ മാത്രം വായിച്ച് വന്ന് ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ പലതും മാറ്റുക. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്നും എന്നും ഉറപ്പിച്ചു പറയുന്നു, എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. ആ തെറ്റിനെ ന്യായീകരിക്കില്ല. ആ തെറ്റിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല. അവരെ ഞങ്ങൾ നടപടിയെടുക്കും, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിലൊരു തർക്കവും വേണ്ട നിങ്ങൾക്ക്. അതിനടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്തായിരുന്നു മനോരമ ഉൾപ്പെടെയുള്ളവരുടെ ചർച്ച? നിപ്പ പ്രതിരോധം പാടി. അല്ല, അനൂപ് എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കാൻ പറയാനുള്ളത്, ഇവിടെ 3 പേര് നിരന്നിരിക്കുക. അത് പ്രശ്നമൊന്നുമില്ല. അതൊരാള് ജേർണലിസ്റ്റ്, അതുകൂടി കോൺഗ്രസോ BJPയോ ആക്കിയാൽ 3 പേരോടും ഞാൻ പറഞ്ഞോളാം. പക്ഷെ സമയം തരണം. നിങ്ങൾ 3 പേര് ഇരുന്നാലും അത് പറയാനൊക്കെ ഒരു ആർജവം നമുക്കുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ന്യായമുണ്ട്. നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും അങ്ങനെ വെറുതെ കൊത്തിക്കൊത്തിരിക്കല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിനിടയിലാണ് നിങ്ങൾ കയറി കൊത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോകും. ഇവിടെ
ഈ കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഏത് മന്ത്രിക്കെതിരെ വന്നാലും പേഴ്സണൽ സ്റ്റാഫിനെതിരെ വന്നാലും ഒക്കെ അന്വേഷിക്കും, അതിലൊരു തർക്കമില്ല. ഇവിടെ ഈ പരാതി വന്നു എന്ന് നിങ്ങൾ പറയുന്ന രജിസ്ട്രേഡ് പോസ്റ്റ് വന്നു എന്ന് പറയുന്ന സമയം കേരളത്തിൽ നിപ്പയുള്ള സമയ നിപ്പ പ്രതിരോധം പാളി എന്ന് നിങ്ങൾ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസും ഇവിടെ കേന്ദ്രീകരിച്ച് വളരെ ചിട്ടയായി ഒരു അപകട സാധ്യതയുള്ള പ്രദേശത്ത് ഈ നിപ്പയെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് പൂർണ്ണമായും അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ആ വിഷയം നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തി പരിശോധിച്ചു. ഉടനെ തന്നെ പോലീസിന് കൈമാറുന്ന രീതി ഉണ്ടായി. അങ്ങനെ തന്നെയല്ലേ കൈമാറുക? ഇവിടെ പരാതിക്കാരനും എന്തൊക്കെ സാധ്യതയുണ്ട്, നേരിട്ട് പോലീസിൽ പരാതി കൊടുത്തോ പരാതിക്കാരൻ? എന്നിട്ട് പരാതി കൈമാറിയതിനു ശേഷമാണ് പിന്നെയാണ് നിങ്ങളുടെ വാർത്തകളും സംവിധാനങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ വന്നു, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പരാതി കൊടുത്തു, സംവിധാനം വന്നു, നിങ്ങൾ പറഞ്ഞു, ഈ പരാതിക്കാരൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ പണം കൊടുത്തത് അഖിൽ മാത്യുവിനാണ്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനാണ്, അദ്ദേഹമാണ്. ഇദ്ദേഹം പറഞ്ഞ ഞാൻ ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ പുറപ്പെടാം എന്ന് പറയുന്നത് പോലെ അദ്ദേഹം മാറ്റി. ഉച്ചക്ക് മുമ്പ് ഞാൻ പണം കൊടുത്തതായി പറയാം. അങ്ങനെ